ആമോസിന്റെ പ്രവചന പുസ്തകം ചാപ്റ്റർ 5 5-ാം അധ്യായം. ആമോസിന്റെ പ്രവചന പുസ്തകത്തിൽ ഞാൻ 1-2 വട്ടം ഇതിനു മുമ്പ് സംസാരിച്ചിരുന്നു. ഞാൻ ധരിക്കുകയാണ് നിങ്ങൾക്ക് കുറച്ചൊക്കെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ കാണുമെന്ന് ഞാൻ ചിന്തിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് വാക്കിൽ ഒന്നുകൂടെ അതൊന്ന് ഫ്രഷ് ആക്കിയിട്ട് മുന്നോട്ട് വരാം. ഇതിനു മുമ്പ് 4-ാം അധ്യായത്തിൽ നിന്ന് ഒരു ബൈബിൾ സ്റ്റഡിയിൽ ഞാൻ സംസാരിച്ചിരുന്നു. അപ്പം നമ്മൾ പ്രധാനമായിട്ടും ആമോസ് പ്രവചിച്ചിരുന്ന കാലത്തെ പറ്റിയൊക്കെ നമ്മളൊന്ന് ചർച്ച ചെയ്യുവാനിടയായി. പെട്ടെന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ പേര് 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഉസിയാവാണ് യഹൂദയിലെ രാജാവ്, യെരോബെയാമാണ് ഇസ്രായേലിലെ രാജാവ്. ആ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. വളരെ സന്തോഷത്തോടെയും വളരെ സമാധാനത്തോടെയും ദേശത്തിൽ സമൃദ്ധി നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പ്രവാചകൻ യഹൂദയിൽ നിന്ന് ഇസ്രായേലിൽ ചെന്ന് പ്രവചിക്കുന്നത്. എന്തുവാ ഈ പ്രവചന പുസ്തകത്തിലെ മുഖ്യമായി താൻ പറയുന്ന പ്രവചനം എന്തുവാന്ന് ചോദിച്ചാൽ, ന്യായവിധി വരുന്നു. ദ ജഡ്ജ്മെന്റ് ഇസ് കമ്മിങ് അപ്പോൺ ഹിസ് പീപ്പിൾ. 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം 12-ാം വാക്യമൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അവിടെ നമ്മൾ കണ്ടത് ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകളെ അവർ കാര്യമായിട്ട് എടുക്കാത്തത് കൊണ്ട്, അതിനെ പരിഗണിക്കാതെ ദൈവത്തിലേക്ക് തിരിയാഞ്ഞത് കൊണ്ട് ദൈവം അവരിലേക്ക് തിരിയുന്നു എന്നാണ് നമ്മൾ 4-ാം അധ്യായത്തിൽ ചിന്തിച്ചത്. അവിടെയാണ് നമ്മൾ നിർത്തിയത്. ഇന്ന് 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. ഇന്ന് രാവിലെയും വൈകിട്ടുമായിട്ട് 5-ാം അധ്യായത്തിൽ നിന്നാണ് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. അതിന് പ്രഭാതത്തിൽ പ്രധാനമായിട്ടും 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലേക്കായിരിക്കും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 1 മുതൽ 17 വരെയുള്ള വാക്യം. പ്രാരംഭമായിട്ട് ആരെങ്കിലും അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളെക്കുറിച്ച് വിലാപം ചൊല്ലുന്ന ഈ വചനം കേൾപ്പീൻ. ഈ 5-ാം അധ്യായത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തെ പറ്റിയുള്ള എന്തുവാണിത്? ഒരു വിലാപമാണ് എന്ന് പറഞ്ഞാൽ 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ ഒരു വിലാപഗാനമാണ്. ശ്രദ്ധിക്കണമേ, ഇതെന്തുവാണ്? ഒരു വിലാപഗാനമാണ്. പഴയ നിയമത്തിൽ എപ്പോഴൊക്കെയാണ് വിലപിക്കുന്നത്, എപ്പോഴൊക്കെയാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പ്രധാനമായിട്ട് ഒന്ന് ശ്രദ്ധിക്കണമേ. ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ അബ്രഹാം വിലപിക്കുന്നതിനെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാ വിലപിക്കുന്നത്? തൻ്റെ ഭാര്യ മരിച്ചു പോയപ്പോൾ താൻ വിലപിക്കുന്നു. അതേപോലെ 50-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോഴും അവിടെയും വിലപിക്കുന്നത് കാണുന്നുണ്ട്. എന്താ കാരണം? യോസഫിന്റെ പിതാവ് യാക്കോബിന്റെ മരണസമയത്ത് വിലപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത്, വിലപിക്കുന്നത് പഴയ നിയമത്തിൽ ഒരു കാരണം ഒരു പക്ഷെങ്കിൽ അടുത്ത ബന്ധത്തിലുള്ള ആരെങ്കിലും മരിക്കുമ്പോൾ അവർ വിലപിച്ചിരുന്നു. മറ്റ് ഒരു സാഹചര്യം എപ്പോഴാണെന്ന് ചോദിച്ചാൽ, സങ്കീർത്തന പുസ്തകങ്ങളിലേക്ക് കടന്നു വന്നാൽ സങ്കീർത്തനങ്ങളിലൊക്കെ പല സങ്കീർത്തനങ്ങളിലും വളരെ വേദനയോടെ വിലപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതെന്താ കാരണം ചോദിച്ചാൽ, ശത്രു വന്ന് ആക്രമിക്കുന്നതും ഒപ്രഷൻ ഫ്രം ദ എനിമി, ശത്രു നമ്മളെ ആക്രമിക്കുന്നതിനുള്ള ബന്ധത്തിലൊക്കെ എത്രത്തോളം യഹോവയെ ദൂരെ നിൽക്കും, ഇങ്ങനെയുള്ള പല സങ്കീർത്തനങ്ങളിൽ വിലാപം കാണാം. അവിടുത്തെ കാരണം എന്തോ? അവിടുത്തെ കാരണം ശത്രുക്കളുടെ അറ്റാക്ക് പേടിച്ച്, ശത്രുവിന്റെ ഒപ്രഷൻ പേടിച്ചുള്ള വിലാപങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിനേക്കാളും അപ്പുറത്ത് മറ്റൊരു വിലാപം കാണും. അതേതാന്ന് വെച്ചാൽ, വിലാപങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ ബൈബിളിലുണ്ട്. അതെന്തിനെ പറ്റിയുള്ള വിലാപമാണ്? അതൊരു നേഷന്റെ, യഹൂദയുടെ നാശം കണ്ട്, തകർച്ച കണ്ട്, ആ ദേശത്തെ ശത്രു ആക്രമിച്ചുകൊണ്ട് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയത് കണ്ടിട്ടുള്ള ഒരു വിലാപമാണ്, ഒരു പുസ്തകമായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, പഴയ നിയമത്തിലെ വിലാപങ്ങൾ ഒന്നെങ്കിൽ അടുത്ത ആരെങ്കിലും മരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ദേശത്തെ ഇല്ലായ്മ കണ്ട്, ദേശത്തെ ശത്രു തകർക്കുന്നത് കണ്ടിട്ടായിരിക്കാം. ഇപ്പൊ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഭാഗത്തിൽ ഇവിടെ എന്തിനു വേണ്ടിയാ വിലപിക്കുന്നത്? ഇവിടുത്തെ വിലാപം ഇസ്രായേലിന്റെ വീഴ്ച കണ്ടിട്ടാ. നോക്കണം, 2-ാം വാക്യത്തിൽ എഴുതിയേക്കുന്ന എങ്ങനെയാണ്? ഇസ്രായേൽ കന്യക
വീണിരിക്കുന്നു, ഇനി എഴുന്നേൽക്കുകയുമില്ല. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിലാപം എന്തിനെ പറ്റിയാ? ഇസ്രായേൽ കന്യക വീണിരിക്കുന്നു. 2-ാം വാക്യം നോക്കിക്കേ. ഇസ്രായേൽ കന്യക വീണിരിക്കുന്നു. ഇവിടെ ഇസ്രായേലിനെ എന്തുമായിട്ട് വിളിക്കുന്നത്? എന്തിനാ കന്യക എന്ന് വിളിക്കുന്നത്? കന്യക എന്ന് വിളിക്കാൻ ഒരു കാരണം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ എന്ത് വരുന്ന എന്തുമായിരിക്കും? പ്യൂരിറ്റി. ആ പ്യൂരിറ്റിയെ കാണിക്കുന്നതായിരിക്കും കന്യക. പക്ഷെ ഇസ്രായേൽ, ഈ ആമോസിന്റെ പ്രവചന പുസ്തകം അത്യാവശ്യം നമ്മൾ പല ഭാഗങ്ങൾ വായിച്ചതിന്റെ അടിസ്ഥാനം നമുക്കറിയാം എന്തുവാ ഇസ്രായേൽ എന്തുവാ ചെയ്തത്? പ്യൂറായിട്ടാണോ, വിശുദ്ധ ജീവിതമാണോ നയിക്കുന്നത്? അല്ല. അപ്പൊ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെങ്കിൽ ഇവിടെ കന്യക എന്ന് വിളിക്കുന്നവൻ എന്താ അർത്ഥമാക്കുന്ന പ്രവാചകൻ? ആ കാലഘട്ടത്തിൽ മാത്രമല്ല, ഇന്നാണെങ്കിലും ഒരു കന്യക മരിച്ചാൽ, വിവാഹം കഴിക്കുന്നതിന് മുന്നമേ ഒരാൾ മരിക്കുന്നത് എന്തോ സൂചിപ്പിക്കുന്നത് വെച്ചാൽ, കുറെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരാള് മരിച്ചുപോയി. ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഒരു സഹോദരിയെ സംബന്ധിച്ച്, ഒരു കന്യകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താ? ഒരു ഭാര്യയാകാമായിരുന്നു, ഒരു അമ്മയാകാമായിരുന്നു. അതിൻ്റെയൊക്കെ മുന്നമേ എന്ത് പറ്റിപ്പോയി? മരിച്ചുപോയി. കന്യകയായിട്ട് മരിക്കുന്നതിന് മറ്റൊരു അർത്ഥം എന്തുവാന്ന് ചോദിച്ചാൽ, ഭാര്യ മരിച്ചാൽ ഭർത്താവ് കാണും. ബറി ചെയ്യാൻ, ശവസംസ്കാരം നടത്താൻ ആരുണ്ട്? ഭർത്താവുണ്ട്. കന്യകയാണെങ്കിലോ ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല, മാതാപിതാക്കൾ കാണും. പക്ഷെ ഇവിടുത്തെ അർത്ഥം, ഇസ്രായേൽ കന്യക വീണിരിക്കുന്നു പറയുമ്പോൾ ഇസ്രായേലിന് എന്തോ ഇല്ല, സഹായം നൽകാൻ ആരുമില്ല. അത് മാത്രമല്ല, ഒരുപാട് സ്വപ്നങ്ങൾ മുൻപിലുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകേണ്ട ഒരു രാജ്യം പെട്ടെന്ന് വീണുപോവുക, പെട്ടെന്ന് ഇല്ലാതെ പോവുക. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അവളെ നിവർക്കുവാൻ, എഴുന്നേൽപ്പിക്കാൻ ആരുമില്ല. 2-ാം വാക്യത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് എന്തുവാ ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിന്റെ ഉടമ്പടിയിൽ, ആവർത്തന പുസ്തകത്തിൽ 28-ാം അധ്യായത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ദൈവം തന്നെ ഇസ്രായേലിനോട് പറഞ്ഞിരുന്നു, നിങ്ങൾ എൻ്റെ വചനം കേട്ട് അനുസരിക്കാതിരുന്നാൽ എന്തോ സംഭവിക്കും? തിന്മയായത് നാശം നിങ്ങൾക്ക് സംഭവിക്കുമെന്ന് ആവർത്തനം 28-ലൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് പ്രാരംഭമായിട്ട് എന്തുവാണ് ഇസ്രായേൽ സംഭവിച്ചേ എന്നൊന്ന് നോക്കാം. വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ? ഇവിടെ പ്രവാചകൻ ഈ 5-ാം അധ്യായത്തിൽ ഇസ്രായേലിന്റെ തകർച്ചയെ പറ്റി ഒരു എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ട്. നോക്കാം എന്തൊക്കെയാണ് ഇസ്രായേലിന്റെ ഇപ്പത്തെ ശോചനീയമായ അവസ്ഥ. നോക്കിക്കേ, 3-ാം വാക്യം ഒന്ന് നോക്കാമോ? യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹത്തിൽ 1000 പേരുമായി പുറപ്പെട്ട പട്ടണത്തിന് 100 പേർ മാത്രം ശേഷിക്കും. 100 പേരുമായി പുറപ്പെട്ടതിന് 10 പേർ മാത്രം ശേഷിക്കും. ഈ 1000, 100, 10 എന്തോ ഇത് കാണിക്കുന്നേ? ഇത് പറയുന്നത്, ആ കാലഘട്ടത്തിൽ യുദ്ധത്തിന് സൈന്യം പുറപ്പെടുമ്പോൾ ഇവരെന്തോ ആക്കും? ഒരു ഗ്രൂപ്പായിട്ട് തിരിയും. 1000 പേരുള്ള ഒരു ഗ്രൂപ്പ്, 100 പേരുള്ള ഒരു ഗ്രൂപ്പ്, ഇങ്ങനെ ഓരോ യൂണിറ്റ് ആയിട്ട് തിരിഞ്ഞാണ് എന്തിനു പോകുന്നത്? ശത്രുവുമായിട്ട് യുദ്ധത്തിന് പുറപ്പെടുന്നത്. ഇവിടെ ഈ വാക്യത്തിൽ പറയാ, 1000 പേരുമായി പുറപ്പെട്ട സൈന്യം എത്ര പേരായി? 100 ആയി. 100 പേരായിട്ട് യുദ്ധത്തിന് പോയവർ 10 ആയി. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൈന്യം യുദ്ധത്തിന് പുറപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ മരണമാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് സമ്പൂർണമായ ഒരു പരാജയമാണ് സൈന്യത്തിൽ നിന്ന്. അവരുടെ സൈന്യം ഓരോന്നോരോന്നായി, ഓരോരുത്തരായിട്ട് എന്ത് പറ്റി പോവാ? കൊഴിഞ്ഞു പോവുക. മല്ലന്മാരാണ് സൈന്യത്തിൽ ചേരുന്നത്. സൈന്യത്തിൽ ചെല്ലുന്നവർ ഓരോരുത്തരായിട്ട് മരണത്തിന് കീഴ്പ്പെടുക. ഇവിടെ എഴുതിയിരിക്കുന്നതിൽ ഒരു ഭാഗത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, 10 പേര് ശേഷിക്കുന്നു, 100 പേര് ശേഷിക്കുന്നു. അത് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നല്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, 1000 പേര് പോയടുത്ത് എത്ര പേരുണ്ട്? 100 പേര്. ബാക്കിയെല്ലാം മരിച്ചുപോയി. അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം മരിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷയല്ല അവിടെ കാണിക്കുന്നത്. എല്ലാ ഭവനങ്ങളിലും എന്തോ ഉണ്ട്? മരണം, മരണം, മരണം മാത്രം. ഇസ്രായേലിന്റെ പ്രതീക്ഷ സൈന്യത്തിൽ അവരർപ്പിച്ചപ്പോൾ എന്തു പറ്റി? സൈന്യം അവരെ തോൽപ്പിച്ചു. സൈന്യം അവർക്ക് വേണ്ട ജയം കൊണ്ടുവന്നില്ല. നിങ്ങൾ നോക്കണമേ, അതിന്റെ 16-ാം 17-ാം വാക്യം. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടത് സൈന്യത്തിന്റെ പരാജയമാണ്. സൈന്യം ഒരു സൈഡിൽ തോറ്റു വീഴുന്നു. 16-ാം വാക്യം നോക്കാമോ? അതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്ന കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സകല വീഥികളിലും വിലാപമുണ്ടാകും. എല്ലാ തെരുക്കളിലും അവർ അയ്യോ അയ്യോ എന്ന് പറയും. അവർ കൃഷിക്കാരെ ദുഃഖിപ്പാനും
പ്രലാപജ്ഞന്മാരെ വിലപിപ്പാനും വിളിക്കും. അടുത്ത വാക്യം. ഞാൻ നിന്റെ നടുവിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ട് എല്ലാ മുന്തിരിത്തോട്ടങ്ങളിലും വിലാപമുണ്ടാകും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഈ 2 വാക്യം വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഏകദേശം 2-3 വട്ടം പറയുന്ന വാക്ക് എന്തുവാ? വിലാപം, വിലാപം. ആവർത്തിച്ച് പറയാ. ആ ദേശം മുഴുവനും എന്തോ ചെയ്യാൻ പോവാ? വിലാപം ദേശത്ത് വ്യാപിക്കാൻ പോവുക. എല്ലാ തെരുവിലും വിലാപം, എല്ലാ മുന്തിരിത്തോട്ടത്തിലും വിലാപം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്. എന്തുവാണത്? കൃഷിക്കാരെ ദുഃഖിപ്പാനും. വായിക്കാമോ വാക്ക്? അവർ കൃഷിക്കാരെ ദുഃഖിപ്പാനും പ്രലാപജ്ഞന്മാരെ പ്രലാപജ്ഞന്മാർ. അതെന്തുവാ? ഇംഗ്ലീഷില് എഴുതിയിരിക്കുന്ന സ്കിൽഡ് ഇൻ മോർണിംഗ്, സ്കിൽഡ് ഇൻ ലാമെന്റേഷൻസ്. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ, ഇന്നിപ്പോൾ നമ്മുടെ ഇടയിൽ ഒരു മരണം സംഭവിച്ചാൽ പാടാൻ കൊയർ വേണം, സൗണ്ട് വേണം, പിന്നെ ആംബുലൻസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം. അപ്പം അതിലെ ഒരു പ്രധാന ഭാഗമാണ് എന്താ? സൗണ്ട്, പാട്ട്. കാരണം എന്താ? ഓടി കൊണ്ടുവരുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പാട്ട്, ഒരു പാട്ടൊക്കെ മാറത്തില്ലേ? ഒരു നിരാശ ഉണ്ടാക്കുന്ന നിലയിലുള്ള പാട്ടുകളൊക്കെ പാടി ആ ഒരു അന്തരീക്ഷം തന്നെ എന്തോ ആവും? ദുഃഖം കൊണ്ട് അറിയാം. അപ്പം അതിനുവേണ്ടി എന്തോ ഉണ്ട്? കൊയറുണ്ട്, സൗണ്ട് ഉണ്ട്, ഇവരെയൊക്കെ വിളിച്ച് നമ്മൾ ചെയ്യും. അതേപോലെ ഇസ്രായേലിൽ ഒരു മരണം സംഭവിക്കും, ആരെ വിളിക്കുന്നറിയോ? കരയാൻ ആൾക്കാരെ, കരയാൻ പ്രൊഫഷണലായിട്ട് കരയുന്നവരുണ്ടായിരുന്നു. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹു ആർ സ്കിൽഡ് ഇൻ വീപ്പിംഗ് അല്ലെങ്കിൽ ലെമന്റേഷൻ. ഒരു മരണം നടന്നാൽ അടുത്തുള്ളവർക്ക് ദുഃഖം വന്നില്ലെങ്കിലും ദുഃഖിക്കാനുള്ളവരുണ്ട്. അവരെ സംഘടിപ്പിച്ച് വിളിച്ചാൽ മതി, അവർ ദുഃഖിക്കും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ പറയുക? ഈ വാക്യത്തിലെ പ്രശ്നം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഇസ്രായേലിൽ മരണസംഖ്യ വർദ്ധിച്ചിട്ട് കൊയറ് പോരാത്തൊരു സാഹചര്യമായി. എന്ന് പറഞ്ഞാൽ വിലപിക്കുന്നവരുണ്ടായിരുന്നു, പക്ഷെ അവർക്കിപ്പോൾ എല്ലായിടത്തും പോയി വിലപിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? എല്ലാ വീട്ടിലും എന്തുവായി? മരണമാ. അതുകൊണ്ട് എന്തോ ചെയ്യുക? കൃഷിക്കാരെ കൂടെ വിളിക്കുക. എവിടെ ജോയിൻ ചെയ്യാൻ? നിങ്ങളും കൊയറിൽ അല്ലെങ്കിൽ നിങ്ങളും ഈ വിലാപത്തിൽ ജോയിൻ ചെയ്ത്, ഞങ്ങൾ ഇവിടെ വിലപിക്കുമ്പോൾ നിങ്ങൾ അപ്പുറത്തെ വീട്ടിൽ വിലപിച്ചോ എന്നിങ്ങനെ എന്തോ സംഭവിക്കുക? വിലാപം കൊണ്ട് ദേശം നിറഞ്ഞു. അതവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മൊത്തം മരണം, എല്ലായിടത്തും മരണം, മരണവും നിലവിളിയും മാത്രം. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉള്ള ഒരു ഉദാഹരണമുണ്ട്. മനസ്സിലാക്കാൻ പറ്റിയ ഉദാഹരണം എന്താ? ഇപ്പൊ ഈ 2-3 വർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ ഇത് നമുക്ക് പെട്ടെന്ന് ഇമാജിൻ ചെയ്യാം. കാരണം എന്താ? നമ്മുടെ ദേശം ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റനേക ദേശങ്ങളിൽ സംഭവിച്ചത് എന്തുവാ? കോവിഡിനോടുള്ള ബന്ധത്തിൽ മരണസംഖ്യ വർദ്ധിച്ചിട്ട് എന്തുവാ? നമ്മൾ പല രാജ്യങ്ങളിൽ കണ്ടതുണ്ട്. എന്തുവാ? JCB ഒക്കെ കൊണ്ടുവന്ന് ശവങ്ങൾ ഒരുമിച്ചിട്ട് കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു സാഹചര്യം. നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് പോലും ഓക്സിജൻ ഒന്നും ഇല്ലാതെ മരണം അങ്ങനെ വർദ്ധിച്ച് അവർ തന്നെ കൊണ്ട് പൊതു സ്ഥലത്തിലിട്ട് ദഹിപ്പിക്കുന്നതൊക്കെ കണ്ടില്ലേ? അതേപോലത്തെ ഒരു സാഹചര്യമായിട്ട് കൂട്ടിക്കോ. അതിലും ഭയാനകമായ ഒരു സാഹചര്യം 3-ാം അധ്യായത്തിലൊക്കെ പറയുന്നത് എന്തോ അറിയോ? ശവം എടുത്തോണ്ട് പോകാൻ ആൾക്കാരില്ല, അതേപോലെ വലിച്ചുകൊണ്ട് മൊത്തത്തിലിട്ട് കത്തിക്കുന്ന ഒരു സാഹചര്യം. എല്ലായിടത്തും എന്തോ സംഭവിച്ചു? മരണം. എല്ലാ വീട്ടിലും മരണമുണ്ട്. ചില വീടുകളിൽ ബറി ചെയ്യാൻ പോലും ആൾക്കാരില്ലാത്തതുപോലെ എല്ലാവരും മരിച്ചു. എന്താ ഇതിന്റെ കാരണം? ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഉടനെ ഉണ്ടാകുന്ന ചോദ്യം എന്താ ഇത് സംഭവിക്കാൻ കാരണം എന്നുള്ള ചോദ്യം വരും. അതിന് ഉത്തരം 17-ാം വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. 17-ാം വാക്യം ഒന്നുകൂടെ നോക്കാമോ? ഞാൻ നിന്റെ നടുവിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ട്. അതിന്റെ കാരണം എഴുതിയേക്കോ. ഞാൻ നിന്റെ നടുവിലൂടെ കടന്നു പോയത്. ആരാ പറഞ്ഞത്? യഹോവയായ ദൈവം പറയാ, ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ മരണം നടക്കാൻ കാരണം എന്താ? ഞാൻ നിങ്ങളുടെ ഇടയിൽ കൂടെ നടന്നു പോവുക. ഈ വാക്ക് ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ നടന്നു പോകുന്നു എന്നുള്ളത് പഴയ നിയമത്തിൽ ഇതിനു മുമ്പ് വന്നിട്ടുള്ള ഒരു ഭാഗമാണ്. നമുക്ക് ഓർമ്മയിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വരുന്നൊരു ഭാഗമായിരിക്കും. മോശ പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. മിസ്രൈമിൽ കൂടെ ഇസ്രായേൽ മക്കളുടെ നടുവിലൂടെ അല്ല, മിസ്രൈമ്യരുടെ നടുവിലൂടെ ആര് നടന്നു? യഹോവ നടന്നപ്പോൾ എന്തോ സംഭവിച്ചു? എല്ലാ ഭവനത്തിലും ഫസ്റ്റ് ബോൺ മരിച്ചു വീണു. അന്ന് ഇസ്രായേലിനെ എന്തോ ചെയ്തു? ഒഴിച്ചു നിർത്തി ശത്രു, അതായത് മിസ്രൈമിന്റെ നടുവിൽ കൂടെ യഹോവ വൈബാൾ ആ മരണം സംഭവിച്ചു. ആ വാക്കെടുത്തിട്ട് പറയാ പ്രവാചകൻ, പണ്ട് അവരുടെ നടുവിലൂടെ നടന്നപ്പോൾ അവർക്ക് മരണം ഉണ്ടായതുപോലെ ഇന്ന് യഹോവ ആരുടെ നടുവിലൂടെ നടക്കുക? നിങ്ങളുടെ നടുവിലൂടെ
നടക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും മരണമുണ്ടായത്. നിങ്ങൾ ആ സാഹചര്യം ഒന്ന് ചിന്തിക്കാമോ? അവരുടെ ആശ്രയം ഇരുന്നത് സൈന്യത്തിലായിരുന്നു. പക്ഷെ സൈന്യം മുഴുവനും തോറ്റോടി. എന്നാൽ ബാക്കിയുള്ളവരെ കൂടെ സൈന്യത്തിൽ ചേർക്കും. സൈന്യത്തിൽ പോകുന്നവരെല്ലാം തോൽക്കുക. ഇതൊക്കെ തോറ്റ് എല്ലാം അവസാനിക്കുമ്പോൾ നമ്മൾ തിരിയുന്ന ദൈവത്തിലേക്ക്. കാരണം നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോകാമെന്ന് ചിന്തിച്ചാൽ പ്രവാചകൻ പറയാ പ്രാർത്ഥിക്കേണ്ട പോലും കാര്യമില്ല. കാരണം ഇത് എന്താ സംഭവിക്കാൻ കാരണം? ദൈവമാണ് നിങ്ങളുടെ നടുവിൽ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങളതൊന്ന് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? ക്യാൻ വി ജസ്റ്റ് ഇമാജിൻ ദേശത്തിൻ്റെ അവസ്ഥ, കുടുംബങ്ങളുടെ അവസ്ഥ? എത്രയോ പേടിയുണ്ടാക്കുന്ന ഭയാനകമായ ഒരു സാഹചര്യം. അത് നിങ്ങളുടെ മനസ്സിൽ ആ പിക്ചർ അതേപോലെ ഇരിക്കട്ടെ. മരണം 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 നിലവിളി, മരണം നിലവിളി, ശവടക്ക്, ശവങ്ങൾ കൂട്ടിയിട്ട് ദഹിപ്പിക്കുന്ന ഒരു സാഹചര്യം. അത് കീപ്പ് ഇൻ യുവർ മൈൻഡ്. ഇനിയും നിങ്ങൾ എന്നോടൊപ്പം ഈ പ്രവാചകൻ പ്രവചിക്കുന്ന കാലഘട്ടത്തെ പറ്റി ചിന്തിക്കണം. ആദ്യമേ ഞാൻ 1-2 വാക്കിൽ പറഞ്ഞിരുന്നു. പ്രവാചകൻ എപ്പോഴാണ് പ്രവചിക്കുന്നത്? രാജ്യത്തിന്റെ ഏറ്റവും നല്ല കാലത്താ. ദേശത്ത് യുദ്ധം ഇല്ല. കാരണം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മളത് കണ്ടതാ. അവരുടെ ബൗണ്ടറിയിലുള്ള ബോർഡേഴ്സിലുള്ള രാജ്യങ്ങളെ കൂടെ തോപ്പിച്ച് കുറച്ചും കൂടെ രാജ്യം, അപ്പുറത്തെ രാജ്യം കൂടെ നമ്മളോടൊപ്പം ചേർത്ത് രാജ്യം വലുതാക്കിയ ഒരു കാലഘട്ടം. സാമ്പത്തികമായിട്ട് എക്കണോമി വാസ് ബൂമിങ്. നല്ല ഉന്നതിയിൽ എക്കണോമി നിൽക്കുന്ന ഒരു കാലഘട്ടം. സാമ്പത്തികമായി ഒരു പ്രതിസന്ധിയും ഇല്ല. ആഹാരത്തിന് ഒരു ഷോർട്ടേജും ഇല്ല. മുന്നോട്ട് നോക്കുമ്പോൾ നല്ല ഭാവി കാണാം. അങ്ങനെ ഇരിക്കുന്ന ഒരു രാജ്യത്തോട് യഹൂദയിൽ നിന്ന് പ്രവാചകൻ വന്നിട്ട് എന്തോ പാടുക? ഫ്യൂണറൽ സോങ്. നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഉദാഹരണം പറയും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞായറാഴ്ച രാവിലെ നമ്മൾ എവിടെ വരിക? സഭായോഗത്തിന് വരിക. അപ്പോൾ ഞാൻ സഭായോഗത്തിന് വന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ സാധാരണ കേൾക്കുന്നൊക്കെ നിന്മഹാകൃപയ്ക്കായി. ഇന്ന് കേൾക്കുന്ന ഏതറിയോ? വേഗം ചേർന്നിടും. അയ്യോ, അകത്തോട്ട് കയറി വന്നപ്പോൾ ഞാൻ ഓർക്കുന്ന റോമൻസിന്റെ ബൈബിൾ സ്റ്റഡിയാന്ന്. റോമാലേഖനമൊക്കെ മാറ്റിയിട്ട് മരണം, മരണാനന്ത ജീവിതം, എന്താ ദൈവമക്കൾക്ക് പ്രത്യാശയുണ്ട്. കുറച്ചും കൂടെ പറഞ്ഞ പാസ്റ്റർ പറയാ, ഞങ്ങളെ വിട്ട് പ്രിയ സഹോദരൻ. എന്തോ ആയിരിക്കും അവസ്ഥ? ജീവനോടെ വന്ന നമ്മള്. സത്യത്തിൽ അതാ അവിടെ സംഭവിക്കുന്നത്. ഇസ്രായേലിന്റെ തെരുവിൽ എന്തോ നടക്കുക അറിയോ? ഉത്സവം നടക്കുക, ആഘോഷം അവിടെ നടക്കുന്നേ. എല്ലാവരും കൂടെ പാടി ചാടി എവിടെ വരിക? ബഥേലില്, ദാനില് ആരാധനയ്ക്ക് വന്നേക്കുക. ആരാധനയ്ക്ക് വന്നപ്പോ പ്രവാചകൻ നിന്നോണ്ട് നിലവിളിയും, ഇസ്രായേൽ കന്യക വീണു, അവൾ ഇനി എന്തുവാ ഇവിടെ സംഭവിക്കുന്നത്? ആ ഒരു പിക്ചർ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? ആ തെരുവിലൊക്കെ പിള്ളേരൊക്കെ കളിക്കുന്നു, ബഹളം. പക്ഷെ പ്രവാചകൻ പറയും, ആ തെരുവിലെല്ലാം നിലവിളിയാണ്. ആ തെരുവിലെല്ലാം നിലവിളിയാണ്. യു സീ ഹൗ കോൺട്രാസ്റ്റ്. ആ പ്രവാചകൻ പറയുന്ന പ്രവചനം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുപോലെ അവർ സമൃദ്ധി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് നമ്മൾ ഈ ഭാഗത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന രണ്ട് നിലയിലാണ്. എന്തുവാ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്? 2 കാര്യങ്ങൾ. ഒന്നാമതായിട്ട്, നമ്മൾ ഈ ടെക്സ്റ്റിനെ 2 നിലയിൽ, 2 ദിശയിൽ നിന്ന് ഈ ഭാഗത്തെ നമ്മൾ ധ്യാനിക്കും. 2 നിലയിൽ. രാവിലെ ഒരു ഭാഗത്തു നിന്നും വൈകിട്ട് മറ്റൊരു നിലയിലും. 2ആയിട്ടാണ് ഇതിൽ നിന്ന് 2 കാര്യങ്ങളാണ് പറയാൻ താല്പര്യപ്പെടുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവിന് നമ്മളോട് ഈ വചനത്തിൽ കൂടെ 2 ഏരിയയെ പറ്റി സംസാരിക്കാനുണ്ട്. ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവമക്കളാണ് നമ്മൾ ഓരോരുത്തരോടും 2 ഏരിയ, 2 മേഖല. 2 മേഖല എന്ന് പറയുമ്പോൾ ഏകദേശം ചത്ത 2 മേഖല. 2 ഏരിയാസ് വിച്ച് ആർ ഓൾമോസ്റ്റ് ബിക്കമിങ് ഡെഡ്. സഭകൾക്ക് മെസ്സേജ് എഴുതി അയക്കുമ്പോൾ, ലേഖനങ്ങൾ എഴുതി വെളിപ്പാട് പുസ്തകത്തിൽ അയക്കുമ്പോൾ ഒരു സഭയോട് പറഞ്ഞത് എന്താ? സർദീസിലെ സഭയോട് എന്താ പറഞ്ഞേ? ചാവാറായ, അജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, പക്ഷെങ്കിൽ ചിലത് എന്തുവായി? ചാവാറായി. അതിനെ എന്തോ ചെയ്യണം? ജീവിപ്പിക്കണം. സോ ദിസ് മെസ്സേജ്, ഈ ഒരു പാരഡോക്സ്, ഈ 2 കാര്യങ്ങൾ, ജീവിച്ചിരിക്കുന്നവരോട് മരിച്ചവരെ പോലെ സംസാരിക്കുന്നതിൽ നിന്ന് 2
ഏരിയയിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യാൻ താല്പര്യപ്പെടുക. 2 areas മേ ബി വി ആർ ഡൈയിങ്. നമ്മൾ അറിയാതെ നമ്മൾ മരണം സംഭവിക്കുന്ന 2 മേഖലകൾ നമുക്ക് നോക്കാം. ഈ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും ക്ഷണിക്കുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞത് 5-ാം അധ്യായത്തിൽ ഒരു വിലാപഗാനം, ഒരു നിലവിളിയുടെ പാട്ട് നടക്കുക. ഇനിയും ചോദ്യം ഇതാണ്, ഈ ഗാനം ആരാ പാടിയേ? ഈ വിലാപം ആരാ പാടിയേ? യഹോവയായ ദൈവമാണോ അതോ ആമോസ് ആണോ, പ്രവാചകനാണോ? നോക്കിക്കേ, അതിന്റെ 3-ാം വാക്യം നോക്കാമോ? യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. 4-ാം വാക്യം. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് ഇപ്രകാരം അരുളി അപ്പൊ ഈ 2 വാക്യങ്ങൾ, അതേപോലെ വേറെയും വാക്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് ഇത് ആര് പറഞ്ഞതാ? ഈ വിലാപം ആരാ പാടുന്നേ? യഹോവയായ ദൈവം. ആ വാക്യങ്ങൾ നമ്മൾ വെച്ചോണ്ട് തന്നെ ഇനി നിങ്ങൾ നോക്കിക്കേ, 8-ാം വാക്യത്തിന്റെ അവസാന ഭാഗ്യം നോക്കിക്കേ. യഹോവ എന്നാകുന്നു അവന്റെ നാമം. യഹോവയാണ് പറയുന്നെങ്കിൽ യഹോവ പറഞ്ഞു, യഹോവയാന്ന് എന്റെ നാമം എന്നല്ലേ പറയണ്ടേ? പക്ഷെ അവിടെ പറഞ്ഞേക്കുന്നത് എന്തുവാ? യഹോവ എന്നാകുന്നു അവന്റെ നാമം. അതിന്റെ അർത്ഥം അതാരാ പറയുന്നത്? കറക്റ്റ്. ആമോസ് പ്രവാചകൻ പറയാണ് യഹോവ എന്നാണ് അവന്റെ. 9-ാം വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം നോക്കിക്കേ. അവൻ കോട്ടയ്ക്ക് നാശം വരുത്തുവാൻ. അവൻ കോട്ടയ്ക്ക് നാശം വരുത്തുന്ന പറയുമ്പോ ഞാനല്ല, മറ്റൊരാൾ. അതാരാ? യഹോവയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് പ്രവാചകൻ പറയുന്ന വാക്കുകൾ നമുക്ക് കാണാം, അതോടൊപ്പം തന്നെ യഹോവയായ ദൈവം പറഞ്ഞ വാക്കുകളെയും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ എന്തുവാ ഇന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ 2 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കുക. ദ ലോർഡ് ഈസ് ഓൾസോ വീപ്പിംഗ്. ആരാണ് ഈ വിലാപഗാനം പാടുന്നത്? യഹോവയായ ദൈവം. അതേപോലെ തന്നെ ആരും വിലപിക്കുകയാണ്? പ്രവാചകനായ ആമോസും വിലപിക്കുക. ഇനിയും ഈ 2 ആൾക്കാർ, അതായത് പ്രവാചകനും ദൈവവും, ഇത് 2ആയിട്ട് കാണണമെന്ന് ചോദിച്ചാൽ കാണേണ്ട കാര്യമില്ല. കാരണം പ്രവാചകന് വാക്ക് കൊടുത്തത് ആരാ? പ്രവാചകന്റെ വാക്കുകൾ ദൈവവിശ്വാസ്യം തന്നെയാണ്. പക്ഷെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്, ലെറ്റ് us try to understand the heart of the prophet. പ്രവാചകന്റെ വാക്കുകളേക്ക് നോക്കിയിട്ട് പ്രവാചകന്റെ ഹൃദയത്തെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ദൈവത്തിന്റെ വാക്കുകൾ നോക്കിയിട്ട് ദൈവത്തിന്റെ ഹൃദയവും നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ ഒരു സന്ദേശത്തിന്റെ ഔട്ട്ലൈൻ ആയിട്ട് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമതായിട്ട് ലെറ്റ് us look at the prophet. പ്രവാചകനിലേക്ക് നിങ്ങൾ നോക്കിക്കേ. പ്രവാചകൻ എന്തുവാ ചെയ്യുന്നത്? സമൃദ്ധിയോടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു രാജ്യത്തിൽ ചെന്നുകൊണ്ട് എന്തോ ചെയ്യുക? വിലപിച്ച് കരയുക. ഇസ്രായേൽ കന്യക വീണിരിക്കുന്നു, ഇനി എഴുന്നേൽക്കുകയില്ല, അവൾ നിലത്തോട് പറ്റിയിരിക്കുന്നു, അവളെ നിവർക്കുവാൻ ആരുമില്ല. അതിന് ശേഷമൊക്കെ പറയുന്ന എല്ലാ തെരുവിലും വിലാപം, എല്ലാ ഭവനത്തിലും വിലാപം, എല്ലാ മുന്തിരിത്തോട്ടത്തിലും വിലാപം. വിലപിച്ചോണ്ട് ഒരാള് അവിടെ നിന്ന് പ്രവചിക്കുക. ഞാൻ പറഞ്ഞു, ആ പശ്ചാത്തലത്തിൽ എന്തോ കുഴപ്പമില്ല, രാജ്യത്തൊന്നിനും കുറവില്ല, എല്ലാം കൊണ്ട് സമൃദ്ധിയാ. പക്ഷെ പ്രവാചകൻ, ഇനി നിങ്ങൾ ആ പ്രവാചകനോട് ചോദിക്കണം, എന്തിനാ ഇങ്ങനെ പ്രവചിക്കുന്നത്? ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയുക മാത്രമല്ല, അവർക്കൊരു ദേ ആർ നോട്ട് ഈവൻ സീയിങ് എനി പോസിബിൾ ഡേഞ്ചർ. ഒരു അപകടം അവർക്ക് കാണാൻ പോലും ഇല്ല. കാരണം അത്രയ്ക്ക് സമാധാനവും സ്വസ്ഥതയുമുള്ള ദേശത്ത് നിന്നാണ് പ്രവാചകന്റെ നിലവിളി ശബ്ദം. എന്തിനാ പ്രവാചകൻ ഇങ്ങനെ പ്രവചിക്കുന്നത്? പ്രവാചകൻ കരയാനുള്ള കാരണം ശ്രദ്ധിക്കുക. പ്രവാചകൻ കരയാനുള്ള കാരണം, താൻ പറഞ്ഞ പ്രവചനത്തെ, താൻ പ്രവചിച്ച സന്ദേശത്തെ അവർ തള്ളിക്കളയുമ്പോൾ അവരുടെ മേൽ ഒരു ന്യായവിധി വരും. ആ വരുന്ന ന്യായവിധിയെ ഓർത്തിട്ടാണ് ഇന്ന് പ്രവാചകൻ ദുഃഖിക്കുന്നത്. വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഏകദേശം ഒരു 40 വർഷം മുന്നോട്ട് ചെല്ലുമ്പോൾ, ഇന്ന് ഇവർ ദൈവത്തിലേക്ക് മടങ്ങി വരാതിരുന്നാൽ 40 years from now ഈ ന്യായവിധി അവർക്ക് വരും. ആ ന്യായവിധിയെ കണ്ടിട്ട് ഹൃദയവേദനയുള്ളവനാണ് പ്രവാചകൻ. അതാണ് പ്രവാചകൻ. അയ്യോ, ഇത് പറയുമ്പോൾ തന്നെ ഞാൻ മുമ്പ് എടുത്ത ഭാഗങ്ങൾ നിങ്ങൾ ഇതിനോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കണം. എന്തുവാ ഇതിന് മുമ്പ് നടന്നുകൊണ്ടിരുന്നേ? ഇതിന്റെ മുൻപ് പ്രവാചകൻ പ്രവചിച്ചത് എങ്ങനാ?
യഹോവയെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 3-ാം അധ്യായത്തിലൊക്കെ പറയുന്നത് നിങ്ങളുടെ യാഗപീഠത്തെ ഞാൻ തകർക്കും, ബേഥേലിനെ ഞാൻ ഇല്ലാതാക്കും. വളരെ ശക്തമായിട്ട് പ്രവചിച്ച ഒരാളാ. അത് മാത്രമല്ല, നമ്മുടെ ഓർമ്മയിൽ കാണും 4-ാം വാക്യത്തിൽ അവിടെയുള്ള സ്ത്രീകളെയൊക്കെ എന്തോ വിളിച്ച് ശമരിയ പർവ്വതത്തിലെ പാശാൻ പശുക്കളെ എന്നൊക്കെ വിളിച്ച് ഒട്ടും ബഹുമാനിക്കാതെ തൻ്റെ ഇടത്തോടെ പ്രവചിച്ചവൻ, ദൂത് പറഞ്ഞവൻ ഇപ്പോൾ എന്തോ സംഭവിക്കുക? വിലപിക്കുകയാ. ദൈവമക്കൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ലുക്ക് അറ്റ് ദ ഹാർട്ട് ഓഫ് ദ പ്രോഫറ്റ്. ആ പ്രവാചകന്റെ ഹൃദയം ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ജനം ആലോചന സ്വീകരിക്കാതിരിക്കുന്നത് പ്രവാചകന്റെ ഹൃദയത്തിന് വേദനയായിട്ട് മാറുക. എന്തുവാ? ഇതിവിടെ മാത്രമല്ല, ദൈവം തെരഞ്ഞെടുത്ത, ഞാൻ 7-ാം അധ്യായത്തിൽ നിന്ന് ഒരിക്കൽ സംസാരിച്ചത്, 7-ാം അധ്യായത്തിൽ പ്രവാചകനെ ദൈവം തിരഞ്ഞെടുക്കുക, പ്രവാചകനെതിരെ വെല്ലുവിളി ഉണ്ടാകുന്നു, പക്ഷെ ശക്തമായിട്ട് നിൽക്കുക, ശക്തമായിട്ട് ദൂത് പരസ്യമായിട്ട് പറയുക. പക്ഷെ ഇവിടെ യു ക്യാൻ സീ ഹിസ് ഹാർട്ട് പബ്ലിക്ലി. തൻ്റെ ഇടത്തോടെ പറയുമ്പോൾ തന്നെ പ്രവാചകന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്? ഒരു വേദനയുണ്ട്. അത് ഈ പ്രവാചകൻ മാത്രമല്ല. ഞാൻ 1-2 പ്രവാചകന്മാരെ കൂടെ ഇതിനോട് ചേർത്ത് ഒന്ന് കമ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുക. ലുക്ക് അറ്റ് ദി ലൈഫ് ഓഫ് യെരമ്യ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് വരാമോ? 14-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. നീ യഹൂദയെ കേവലം ത്യജിച്ചു കളഞ്ഞുവോ? നിനക്ക് സിയോനോട് വെറുപ്പ് തോന്നുന്നുവോ? പൊറുപ്പാതാകും വണ്ണം നീ ഞങ്ങളെ മുറിവേൽപ്പിച്ചത് എന്തിന്? ഞങ്ങൾ സമാധാനത്തിനായി കാത്തിരുന്നു, ഒരു ഗുണവും വന്നില്ല. ഇവിടെ യഹൂദയോടുള്ള ബന്ധത്തിൽ ആണ് ഇവിടെ പറയുന്നത്. അവിടെയും ന്യായവിധി വരുന്നത് കണ്ടിട്ട് പ്രവാചകൻ പ്രവചിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ തന്റെ വിഷമം പറയാ. നീ യഹൂദയെ ത്യജിച്ചു കളഞ്ഞോ? സിയോനോട് വെറുപ്പ് തോന്നിയോ? ഞങ്ങളെ മുറിവേൽപ്പിച്ചോ? ഇങ്ങനെ താൻ ജനത്തിന്റെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്ന കണ്ടിട്ട്, ജനം സന്ദേശം സ്വീകരിക്കാത്തത് കണ്ടിട്ട് പ്രവാചകന്റെ ഉള്ളിൽ വേദന ഉണ്ടായി. ദ ക്വാളിറ്റി, ദൈവം എഴുന്നേൽപ്പിച്ച ഓരോ പ്രവാചകന്മാരെയും ശ്രദ്ധിച്ചാൽ ഇങ്ങനെ എന്തോ ഉണ്ടായിരുന്നു അവരുടെ ഉള്ളിൽ? ഒരു വേദന അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. വേറൊരു പ്രവാചകനെ കൂടെ നമുക്ക് അത്ര അറിയാവുന്ന ഒരു പ്രവാചകനെ കൂടെ ഞാൻ ഒന്ന് ഇതിനോട് ചേർത്ത് വെക്കാൻ താല്പര്യപ്പെടുക. അത് ആരാന്ന് ചോദിച്ചാൽ യോന പ്രവാചകൻ. ലുക്ക് അറ്റ് ചാപ്റ്റർ 3 വേഴ്സസ് 4. യോന നഗരത്തിൽ കടന്ന് ആദ്യം ഒരു ദിവസത്തെ വഴി ചെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു. 4-ന്റെ 1-ാം വാക്യം. യോനായ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി, അവന് കോപം. ഈ പ്രവാചകൻ ഒരിടത്ത് ചെന്ന് പ്രവചിച്ച് പറഞ്ഞ് എന്തോ ഉണ്ടാകും? ന്യായവിധി ഉണ്ടാകും. പക്ഷെ എന്തോ ചെയ്തു? ജനം ഇത് സ്വീകരിച്ചപ്പോൾ യഹോവ അനുദപിച്ചിട്ട് എന്തോ വന്നില്ല? ന്യായവിധി വന്നില്ല. അവിടെ പ്രവാചകന്റെ വിഷമം എന്തുവാ എന്ന് പറഞ്ഞാൽ, ജനം നശിക്കാത്തത് ഓർത്തിട്ടാണ്. ആരുടെ വിഷമം? യോനയുടെ. നമ്മൾ മുമ്പേ കണ്ട പ്രവാചകന്മാരുടെ പ്രശ്നം എന്താ? അവർ നശിക്കുമെന്നോർത്തിട്ടുള്ള ഒരു വിഷമം. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ കാര്യം, ദ സൈൻ ഓഫ് എ ട്രൂ പ്രോഫറ്റ്, ദൈവം എഴുന്നേൽപ്പിക്കുന്ന പ്രവാചകന്റെ ഒരു അടയാളം എന്തുവാന്ന് ചോദിച്ചാൽ, അവർ നശിച്ചു പോകുന്ന ജനത്തെ ഓർത്ത് വിലപിക്കുന്നവരാ. അതാണ് പ്രവാചകന്റെ ഹൃദയം. പ്രവാചകന്റെ ഹൃദയത്തിൽ വേദന ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് ആദ്യത്തെ ഒരു മേഖലയായിട്ട് ഫോക്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, ദൈവസഭയിലുള്ള നമ്മളുടെ ഓരോരുത്തരുടെയും സുവിശേഷീകരണത്തോടുള്ള മനോഭാവം എന്താണ്? ആർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഇവാഞ്ചലിസം. സുവിശേഷീകരണത്തോടുള്ള നമ്മുടെ മനോഭാവം എന്ന് പറഞ്ഞാൽ, ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകന്മാർക്കെല്ലാം ഒരു എന്തോ ഉണ്ടായിരുന്നു? ജെന്യൂൻ കൺസേൺ, ജെന്യൂൻ ലവ് ഫോർ ദോസ് ഹു വെർ പെരിഷിംഗ്. അത് നമുക്കുണ്ടോ? സഭയിലുള്ളവര് നമ്മളിങ്ങനെ ഉഴപ്പി ഉറങ്ങി താങ്ങിയൊക്കെ നടക്കുമ്പോൾ, യു നോ വാട്ട് ഗോഡ് വിൽ ഡു? ഗോഡ് വിൽ ഫിൽ വിത്ത് മോർ പീപ്പിൾ. ദൈവം ഞാൻ പറയുന്നത്, ഇവിടെ ഉള്ള ചിലർ എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോൾ,
ഈ മടിയും ഉഴപ്പും ഉള്ളവരൊക്കെ കണ്ട് അതിശയിക്കും വിധം ദൈവം പുതിയ ആത്മാക്കളെ കൊണ്ട് നമ്മളെ നിറയ്ക്കും. നമ്മുടെ ഇടയിൽ വന്ന് അനേകർ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും സ്നാനങ്ങൾ നടക്കുന്നതൊക്കെ ഒരു കോമൺ ആയിട്ട് നമ്മുടെ ഇടയിൽ വരട്ടെ. ലെറ്റ് ദാറ്റ് ഹാപ്പൻ ഫ്രീക്വന്റ്ലി ഇൻ അവർ മിഡ്സ്റ്റ്. ദാറ്റ് ഷുഡ് ഹാപ്പൻ എമംഗ് us. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോഭാവം എന്താ? ഞാൻ ഇവിടുന്ന് ലുക്ക് അറ്റ് ദ ലൈഫ് ഓഫ് ആമോസ്. ആമോസിന്റെ ജീവിതത്തിൽ നിന്ന് ആമോസിന് ശരി ആ ജനത്തോട് ഒരു സ്നേഹവും ഒരു കടപ്പാടും ഉണ്ടായിരുന്നു. താൻ എന്താ ചെയ്തേ? വാട്ട് ഡിഡ് ഹി ഡു? 3 കാര്യങ്ങളാണ് താൻ ചെയ്തത്. 3 കാര്യങ്ങൾ. ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത്, ഹി വാസ് പവർഫുള്ളി പ്രീച്ചിങ് ദ വേർഡ്. ശക്തമായിട്ട് എന്തോ പറഞ്ഞു? ദൈവത്തിന്റെ ആലോചന പറഞ്ഞു. ധീരമായിട്ട് താൻ പ്രസംഗിച്ചു. എവിടെ കാണാം നമുക്ക്? പല ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, 4-ാം അധ്യായത്തിന്റെ 12, നമ്മൾ മുമ്പേയും വായിച്ച ഭാഗമാണ്. 7-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലും കാണുന്നത് ഇതാണ്. ജനത്തിന് എന്തോ ഉണ്ട്? ഒരു ന്യായവിധി വരുമെന്നുള്ള സന്ദേശം താൻ ശക്തമായിട്ട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആമോസിന് ദൈവം എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ള വ്യക്തമായ വെളിപ്പാടുണ്ടായിരുന്നു. ഹി ന്യൂ വെരി വെൽ എന്താണ് ദൈവം ചെയ്യാൻ പോകുന്നതെന്ന് ശരിക്ക് താൻ അറിഞ്ഞുകൊണ്ട് അത് ജനത്തോട് പറയാൻ താൻ ധൈര്യം കാണിച്ചു. അപ്ലൈ ടു അവർ കോണ്ടെക്സ്റ്റ്. നമ്മളിലേക്ക് നമ്മൾ നോക്കുക. പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമുക്ക് ഒരു സന്ദേശം ദൈവം തന്നിട്ടുണ്ട്. അതേതാ സന്ദേശം? സുവിശേഷമാണ്. The Lord has given us the message of the cross. അതെന്തോ നമ്മൾ ചെയ്യണ്ടേ? We have to share. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ കർത്താവ് എന്താ പറഞ്ഞ? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളോടും സുവിശേഷം അറിയിക്കണം, അവരെ പഠിപ്പിക്കണം. അവരും ആരായിട്ട് മാറണം? യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ട് മാറണം. എന്ന് പറഞ്ഞാൽ സഭയിൽ വരുന്ന ഓരോരുത്തരും ആരാണ്? ശിഷ്യരാണെങ്കിൽ ശിഷ്യർ എന്തുവാ ചെയ്യണ്ടേ? They must be equipped to make more disciples. അതാണ് ഉണ്ടാകേണ്ടത്. ഇവാഞ്ചലിസത്തെ പറ്റി ഒരാൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇവാഞ്ചലിസം ഇസ് ദ ഹോൾ ചർച്ച് ടേക്കിംഗ് ദി ഹോൾ ഗോസ്പൽ. എന്ന് പറഞ്ഞാൽ സഭയിലെ പാസ്റ്ററും കുറച്ച് ശുശ്രൂഷകരും മാത്രം സുവിശേഷം പറഞ്ഞ കാര്യത്തെ പറ്റി അല്ല. ദ ഹോൾ ചർച്ച്, സഭ മുഴുവനായിട്ട് ദ ഹോൾ ഗോസ്പൽ എന്ന് പറയുമ്പോൾ മുഴുവൻ സുവിശേഷവും ലോകത്തോട് അറിയിക്കണം. മുഴുവൻ സുവിശേഷം എന്ന് പറയുന്നതിന് പ്രസക്തി ഉണ്ട്. കാരണം ഇന്ന് കേൾക്കുന്ന സുവിശേഷം എന്താ? അതിൻ്റെ ഏതോ ഒരു അറ്റവും മൂലമൊക്കെ ഉള്ളൂ. ദ ഹോൾ ഗോസ്പൽ ഇല്ല. പക്ഷെ നമ്മളിവിടെ week after week, years after years, we are listening the truth of the gospel. നമ്മൾ വചനം കേൾക്കുന്നു, സുവിശേഷത്തെ പറ്റി പഠിക്കുന്നു. എത്രത്തോളം നമുക്കറിയാം? ലുക്ക് അറ്റ് ആമോസ്. ശക്തമായ എതിർപ്പുണ്ടാകുക. അവിടുത്തെ പ്രവാചകൻ, അവിടുത്തെ പുരോഹിതൻ വന്നിട്ട് പറഞ്ഞു, മേലാൽ ഇവിടെ പ്രസംഗിച്ചേക്കില്ലെന്ന് പറയുമ്പം സന്ദേശത്തിന് മാറ്റം വന്നില്ല, ആടിപ്പോയൊന്നുമില്ല. കാരണം ഉറപ്പുണ്ടായിരുന്നേ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം പാസ്റ്റർ പറഞ്ഞ ഒരു കാര്യത്തെ പറ്റി നിങ്ങളോട് ഒരാൾ സംശയം ചോദിക്കുക, അല്ല അത് അങ്ങനല്ല, അവിടെ പറഞ്ഞത് ഇങ്ങനെയാന്ന് പറഞ്ഞത്, നിങ്ങൾ എന്തോ പറയും? അല്ല അതങ്ങനെ ഇങ്ങനെ. what is needed is we need conviction first in ourselves. നമ്മൾ ഇത് പഠിക്കാൻ ഒരു ശ്രമം നടത്തണമെന്നേ. ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ സഭയായി വിശ്വസിക്കുന്നു, പ്രസംഗിക്കുന്നു, പാടുന്നു, ഇതെല്ലാം ചെയ്യുന്നു. ഇഫ് ദിസ് ഈസ് ട്രൂ, ഇത് ശരിയാണെങ്കിൽ നമ്മൾ ഇത് ശരിക്ക് പഠിച്ച് എന്തോ ചെയ്യണം? ശരിക്കും അത് നമ്മൾ എല്ലാവരോടും പറഞ്ഞേനേ, ആ കൺവിക്ഷൻ നമുക്ക് ഉണ്ടായാൽ. പക്ഷെ വി തിങ്ക് അത്ര സീരിയസ് ആവണ്ടെന്ന് നമ്മുടെ ചിന്ത. വി തിങ്ക് അത് അത്ര സീരിയസ് അല്ലെന്നാ. അതിൻ്റെ ഒരു മിഡിൽ ഗ്രൗണ്ട് ഇല്ല. ഒന്നെങ്കിൽ അത് ശരിയാണ്, അല്ലെങ്കിൽ അത് ശരിയാണെന്ന് നമുക്കെല്ലാം അറിയാം. ദെൻ വൈ? എന്താ പറ്റാത്ത നമ്മളെ കൊണ്ട്? നമ്മൾ അതിനൊരു എഫേർട്ടും ഇടുന്നില്ല, നമ്മളത് മനസ്സിലാക്കിയിട്ടും ഇല്ല. വാട്ട്? ശരിക്കും സുവിശേഷത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാനിത് നിങ്ങളോട് മാത്രം പറയാലോ കേട്ടോ, ഞാൻ ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തി പറയാം, നമ്മളെല്ലാവരും ഇതിനകത്തിലെ ഭാഗമാണ്. ശരിക്കും സുവിശേഷം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആക്ച്വലി വി വിൽ ബിക്കം മാഡ് ടു പ്രൊക്ലെയിം ഇറ്റ്. ലുക്ക് അറ്റ് ദ ഡിസൈപ്പിൾസ്, എയർലി ഡിസൈപ്പിൾസിനെ ഒന്ന് നോക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലൊക്കെ യേശു ചെന്ന് ശിഷ്യന്മാരെ വിളിക്കുക. ശിഷ്യന്മാരെ വിളിക്കുമ്പം ഒരാളെ വിളിച്ച് കഴിയുമ്പോൾ അടുത്ത ആൾ എന്താ പറയുന്നത്? യോഹന്നാൻ പറഞ്ഞത് കേട്ട് നോക്ക്. ഞാൻ ഒരു വാക്യം വായിക്കാം. 1:41 ഞാൻ ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ഷീമോൻ
പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. 41 വാക്യം. അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിഹ എന്ന് വെച്ച ക്രിസ്തുവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത ഭാഗത്ത് പറയുന്നത് ഫിലിപ്പോസ് എന്ന് അടുത്ത ആളോട് പറയാം, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആളെ ഞങ്ങൾ കണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും യേശുവിനെ കണ്ടവരല്ലേ, നമ്മളെല്ലാവരും സുവിശേഷം വിശ്വസിച്ചവരല്ലേ. പക്ഷെ നമുക്ക് ആ പാഷൻ ഉണ്ടാവുന്നുണ്ടോ? ഐ ഡോണ്ട് നോ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ക്ലിയർ ആയിട്ട് ചോദിക്കട്ടെ, വെൻ ഇസ് ദ ലാസ്റ്റ് ടൈം നമ്മൾ ഒരാളോട് സുവിശേഷം പറഞ്ഞ എപ്പോഴാ അവസാനമായിട്ട്? പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ കാര്യമല്ല, സുവിശേഷം പറഞ്ഞ കാര്യം എന്താ? ചിലർ പറയുന്നത് എന്തറിയോ, ഞാനൊരു ബുക്കിൽ വായിച്ചത്, സഭയിൽ സുവിശേഷം അവരുടെ ലൈഫ് ടൈമിൽ പറയാത്ത ആൾക്കാരാണ് മെജോറിറ്റി എന്ന്. അവരുടെ ആയുസിൽ തന്നെ സുവിശേഷം പറയാത്തവരാണ് കൂടുതൽ പേര്. ഐ ഡോണ്ട് നോ. സത്യത്തിൽ ഇഫ് വി ഹാവ് എക്സ്പീരിയൻസ്ഡ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവകൃപ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ മേളിൽ ഉണ്ടാകുന്ന ഭാരം, നമ്മുടെ ഹൃദയത്തിൻ്റെ തേങ്ങൽ, വേദന, ഇത് മറ്റൊരാളോട് പറയണമെന്നാണ്. ദാറ്റ് മസ്റ്റ് ഹാപ്പൻ. ഞാനൊരു കഥ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കാം, ബാക്കി നമുക്ക് വൈകിട്ട് ചിന്തിക്കാം. ഒരു കഥ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, മേ ബി നിങ്ങൾ വായിച്ചിട്ടുള്ളതാകാം. ഒരു മകനും അമ്മയും ഒരു സ്ഥലത്തുണ്ടായിരുന്നു. സോ ദിസ് ചൈൽഡ്, ഈ മകന് കാലിനൊരു ബുദ്ധിമുട്ടുള്ളതാണ്. കാല് ശരിക്കും നടക്കാൻ സ്വാധീനക്കുറവാണ്. മേ ബി ലെയും മുടന്തുള്ള ഒരു പയ്യൻ, ഒരു മകൻ, 10-12 വയസ്സുള്ള ഒരു മകൻ. ഇവർക്ക് അധിക സാമ്പത്തിക ശേഷിയില്ലാത്തൊരു കുടുംബമായതുകൊണ്ട് തന്നെ വേണ്ടത്ര മെഡിക്കൽ ഫെസിലിറ്റീസ് കൊടുത്ത് അവനെ സൗഖ്യമാക്കാൻ അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഇവർക്ക് സാമ്പത്തികമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ അടുത്തുള്ള ഒരാൾ, ഒരു വലിയ ധനവാനായ ഒരു മനുഷ്യൻ വന്നിട്ട് പറയാം, ഞാൻ ഈ മകനെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്തിയിട്ട് തിരിച്ചു കൊണ്ടുവരാമെന്ന് പറയാം. അപ്പോൾ അമ്മ പറഞ്ഞു, ഓക്കെ, ഞങ്ങളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ചെയ്തോളം പറഞ്ഞു. ഈ മകനെ കൊണ്ട് ഈ ബിസിനസ്മാൻ, ഈ ഒരു ഫ്രണ്ട് കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് ചെന്ന് ആ ഡോക്ടറെ കണ്ടു. വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറെ കാണിച്ചു, അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു, സർജറിയൊക്കെ കഴിഞ്ഞു. അമ്മയോട് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, സർജറി കഴിഞ്ഞു, ഇത്ര ദിവസം വിശ്രമം കഴിഞ്ഞു, എല്ലാം റെഡി ആയിട്ട് ഈ മകനും കൊണ്ടുപോയ ആളും കൂടെ തിരിച്ചെവിടെ വരിക, സ്വന്തം സ്ഥലത്ത് വരിക. അപ്പോൾ അമ്മ അവരെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു എന്നാണ് ഈ കഥ പറയുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിൽക്കുകയാണ്, ആ മകൻ വരുന്ന ട്രെയിൻ നോക്കി അമ്മ നിൽക്കുന്നു. ട്രെയിൻ വന്നു, കൂടെ കൊണ്ടുപോയ ആളിറങ്ങി, മകനും ഇറങ്ങി. അമ്മ നോക്കി നിൽക്കുമ്പോൾ എടുത്തോണ്ട് അങ്ങോട്ട് കൊണ്ടുപോയേ മകൻ എന്തോ ചെയ്ത് വരിക, നടന്ന് വരിക. അമ്മയ്ക്ക് കണ്ണ് നിറഞ്ഞു സന്തോഷം കൊണ്ട്. സന്തോഷം അടക്കാൻ പോയി അമ്മയുടെ അടുത്ത് വന്നു, അമ്മയെ കൈ കൊടുത്തു, അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മ കെട്ടിപ്പിടാ, നീ അവിടെ നിന്നേ, നീ നടന്നേ. വീണ്ടും അവനെ അങ്ങോട്ട് നടത്തു മാത്രമല്ല, സ്റ്റെപ്പ് ഉണ്ടായിരുന്നു അവിടെ, എസ്കലേറ്ററിലല്ല കയറാൻ പറഞ്ഞു. ഓടി മേലോട്ട് കയറുന്നു, താഴോട്ട് ഇറങ്ങുന്നു. അവനെ അവിടെയൊക്കെ ഈ അമ്മ ഓടിക്കുക. കാരണം അമ്മയ്ക്ക് സന്തോഷം കൊണ്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ അമ്മയ്ക്ക് എന്തുവായി, ഇത് പൂർണ്ണമായ സൗഖ്യമായെന്ന് കണ്ടിട്ട് അമ്മ അവസാനം ഈ മകനെ വിളിച്ചിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഇപ്പോഴാ എനിക്ക് സംതൃപ്തിയായി, നൗ ഐ ആം സാറ്റിസ്ഫൈഡ് ദാറ്റ് യു ആർ ടോട്ടലി ഹീൽഡ്. അപ്പോൾ അതിനകത്തിലെ ഈ മകൻ മറുപടി ഇങ്ങനെ പറഞ്ഞു എന്നാ പറയുന്നത്. ഈ മകൻ പറയും, അമ്മ, ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ്, എനിക്ക് സംതൃപ്തി ആയില്ല. എനിക്ക് സംതൃപ്തി ആകണമെങ്കിൽ അമ്മ പോയി ആ ഡോക്ടറെ ഒന്ന് കാണണം. ഹീസ് ദ മോസ്റ്റ് വണ്ടർഫുൾ ഡോക്ടർ ദാറ്റ് ഐ ഹാവ് എവർ സീൻ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല വൈദ്യൻ ആ ഡോക്ടറാ, ഒന്ന് പോയി കാണാമോ? അന്നെങ്കിലും എനിക്ക്, കാരണം എന്താ, ആ മകൻ അനുഭവിച്ചതാ. അയ്യോ, നമ്മൾ ദൈവകൃപ അനുഭവിച്ചു, സുവിശേഷത്താൽ ഇങ്ങനെ വലിയ കാര്യം നമ്മൾ പ്രഖ്യാപിക്കുക. പക്ഷേ അതെന്താ, വൈ ഇറ്റ് ഈസ് നോട്ട് ഗ്രിപ്പിംഗ് അസ്? അതെന്തുകൊണ്ട് നമ്മളെ പിടിക്കുന്നില്ല? അതെന്തുകൊണ്ട് നമ്മുടെ തലമുറകളോട് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് താമസിക്കുന്നവരോട്, നമ്മുടെ ബന്ധത്തിലുള്ളവരോട് നമുക്ക് പറയാൻ കഴിയുന്നില്ല? ദിസ് ഡേ, ഇന്ന് പ്രഭാതത്തിൽ ഈ ഒരു ഹൃദയഭാരം ആരുടെ? ആമോസ് ആ കാലഘട്ടത്തിലുള്ള ജനത്തെ നോക്കിയപ്പോൾ മനസ്സിലായി, എന്തുവാ, ഇവരിത് അംഗീകരിച്ചില്ലെങ്കിൽ എന്തോ ഇവർക്ക് സംഭവിക്കും, മരണങ്ങൾ ഇവിടെ എല്ലാം സംഭവിക്കും, ദൈവത്തിന്റെ ദിവസത്തിൽ ഇവരെല്ലാം നശിച്ചു പോകും. സുവിശേഷത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? അയ്യോ, നമ്മൾ പറയും ഇവർ നിത്യ നരകത്തിന്. റിയലി?
എൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം നമ്മളുടെ മക്കളെ അങ്ങ് കരുതിയാൽ മതി. എൻ്റെ മകൻ അവൻ സുവിശേഷത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ നിത്യനരകത്തിൽ പോകുന്നതാണോ? അങ്ങനെ നമ്മൾ സത്യത്തിൽ വിശ്വസിച്ചാൽ ആ മകനെ നല്ല വഴിക്ക് നടത്തത്തില്ലേ? ദൈവവചനത്തിന്റെ സത്യം പഠിപ്പിക്കത്തില്ലേ? നമ്മൾ പറയുന്ന കാര്യമല്ല, ആർ വി ബിലീവിങ് ഇറ്റ്? ഞാൻ പറയാ സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവരെല്ലാം നശിച്ചു പോകുമെന്ന് പറയും. എൻ്റെ അങ്കിൾമാരെ, ആന്റിമാരെ, കസിൻസ് എല്ലാവരും റിയലി പറയുന്ന കാര്യമല്ല. ഞാനത് വിശ്വസിച്ചായിരുന്നെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാവത്തില്ലേ? ഞാനിത് മറച്ചു പിടിക്കുവോ? ഐ തിങ്ക് ദിസ് ഡേ may the Lord give us that kind of a burden in our heart. ഞാൻ ഒരു ഭാഗം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ട് അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് വൈകിട്ട് ചിന്തിക്കാം. ഒരു കാരണം പലപ്പോഴും നമുക്ക് മറ്റൊരാളോട് പറയാൻ, അല്ലെങ്കിൽ why we keep behind is because maybe നമുക്ക് എനിക്ക് പറയണമെന്നൊക്കെ ഉണ്ട് എന്ന് ഇപ്പോൾ തന്നെ ഈ കൂട്ടത്തിൽ ചിന്തിക്കുന്നവർ കാണും. എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ എങ്ങനെ പറയും, എന്ത് പറയും? ദിസ് കൈൻഡ് ഓഫ് എ ഫിയർ നമ്മുടെ ഉള്ളിലുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് അത് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റട്ടെ. ഞാൻ ഒരു ഇൻസിഡന്റ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ലുക്ക് അറ്റ് ചാപ്റ്റർ 4 ഓഫ് ആക്ട്സ്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിലേക്ക് നിങ്ങളൊന്ന് വരാമോ? അവിടെ നടക്കുന്ന സംഭവം ഇതാണ്. ശിഷ്യന്മാരെ അവിടെയുള്ളവർ വിളിച്ച് അവരെ വാൺ ചെയ്യുകയാണ്. അവരോട് പറഞ്ഞു, ഇനി മേലാൽ ഇവിടെ യേശുവിൻ്റെ നാമം പ്രസംഗിക്കരുതെന്ന് പറയുന്നൊരു ഭാഗം നോക്കാമോ? 4-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം ഒന്ന് വായിക്കാമോ? സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും വായിച്ചോ. നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. നമുക്ക് ആ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിക്കാമോ ഇന്ന്? കർത്താവേ, ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ട്, പക്ഷെ എനിക്ക് പേടി അവരത് സ്വീകരിക്കുമോ, എങ്ങനെ ഇത് ഞാൻ പറയും, എന്തോ ആദ്യം എന്തോ പറയണം, പിന്നെന്തോ പറയണം, എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, അവരെന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ പിന്നെ ഞാൻ എന്തോ ചെയ്യും? ഇന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഇതൊന്ന് പറയാൻ കുറച്ച് പേര് എനിക്ക് ആഗ്രഹമുണ്ട്, ആഗ്രഹമില്ലാത്തവരാണെങ്കിൽ പ്രേ ടു ദി ലോർഡ്. കർത്താവേ, അങ്ങനെയുള്ള ഒരു ഭാരം എൻ്റെ മേൽ ഇടണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാം. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവന്റെ ഉള്ളിലുള്ള വേദന നശിച്ചു പോകുന്നവരാണ്. അടുത്ത വാക്യം നോക്കാമോ? ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. Can we ask the Lord? ഇന്ന് പ്രഭാതത്തിൽ നമുക്കിത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? മറ്റൊന്നുമല്ല, വലിയ കാര്യങ്ങളൊന്നുമല്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇത് എല്ലാം നടക്കും. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എഴുതിയിരിക്കുന്നുണ്ടോ? സുവിശേഷം പറയാനുള്ള പ്രാഗൽഭ്യവും ധൈര്യവും ഒരു ആത്മഭാരവും ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമ്മുടെ ഉള്ളിൽ ഇട്ടിട്ടെ. ആ പ്രവാചകൻ ആ ദേശത്തിലെ ഐശ്വര്യം കണ്ണ് തള്ളിയില്ല. യഹൂദയിൽ നിന്ന് ശമരിയയുടെ ക്യാപിറ്റലൊക്കെ കണ്ടു. അയ്യോ, ലുക്ക് അറ്റ് ദ ബിൽഡിംഗ്. അയ്യോ, ആ ബിൽഡിംഗ് കണ്ടോ, അവിടുത്തെ ഗാർഡൻ കണ്ടോ, രാജാവിന്റെ കൊട്ടാരം കണ്ടോ, അവരുടെ വീട് കണ്ടോ? ഇതൊന്നും കണ്ട് മയങ്ങിയല്ല പോയെ. പ്രവാചകന്റെ ഉള്ളിൽ ഒരു സന്ദേശം ഉണ്ടായിരുന്നു, അതിൽ അവൻ ഉറപ്പുണ്ട്. ഇന്ന് നമ്മുടെ ചുറ്റുപാടിലുള്ളവർക്ക് ദേ മേ ഹാവ് ദി ബെസ്റ്റ് തിങ്സ്. ഈ ലോകത്തിലുള്ള ഏറ്റവും നല്ല കാര്യം അവരുടെ കയ്യിൽ കാണും. നമ്മൾ ചിലപ്പം വാടക വീട്ടിൽ നിന്ന് നടന്ന് കഷ്ടപ്പെട്ട് വണ്ടിക്കൂലി ഇല്ലാതൊക്കെ ആയിരിക്കും അവിടെ ചെന്നേ. പക്ഷെ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന, അല്ലെ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന സന്ദേശം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ക്രൂഷ്യൽ, ലൈഫ് ട്രാൻസ്ഫോമിംഗ് ആണത്. അതിലൂടെ ഉള്ള റെസ്പോൺസ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. Let us be convinced. നമുക്കൊന്ന് കണ്ണിലടയ്ക്കാമോ ദൈവസന്നിധിയിൽ? നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മൾ കർത്താവിനോട് പറയാം, കർത്താവേ, എനിക്ക് ആഗ്രഹമുണ്ട്. കർത്താവേ, സുവിശേഷം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും വേണ്ട നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. വേണ്ട നിലയിൽ എനിക്ക് പറയാനുള്ള ധൈര്യം ഇല്ലാതെ പോവാ. ദൈവകൃപയൊന്ന് യാചിക്കാമോ? ലോർഡ്, ഗീവ് us your grace to proclaim the word with boldness. ധൈര്യത്തോടെ സുവിശേഷത്തെ പ്രസംഗിക്കുവാൻ, അല്ലെങ്കിൽ മറ്റൊരാളോട് പറയാൻ ഉള്ള ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ? അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താ സംഭവിച്ചേ?
പരിശുദ്ധാത്മാവ് അവരെ നിറച്ചു. ധൈര്യത്തോടെ ദൈവവചനം അവർ പ്രസംഗിച്ച് ഷെയർ ചെയ്ത് തുടങ്ങി. ഇന്ന് പ്രഭാതത്തിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധാത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ? അധികമായ ദൈവകൃപയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ? അത് ശുശ്രൂഷകന്മാർ മാത്രമല്ല, ഓരോ വിശ്വാസികളും ഇവിടെ ഇരിക്കുന്നവരൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവെ, ആത്മാവിനാൽ എന്നെ ഒന്നുകൂടെ നിറയ്ക്കണമെന്ന്. ഈ നിറവ് പോരാ. ലോർഡ്, വി നീഡ് മോർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ശബ്ദങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ തിങ്ക് അബൌട്ട് സം പേഴ്സൺ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അടുത്തുള്ള, നിങ്ങൾ കഴിഞ്ഞ ആളുകൾ സുവിശേഷം പറഞ്ഞവർ കാണും. പ്രേ ടു ദ ലോർഡ്. കർത്താവെ, അവരെ രക്ഷിക്കണമേ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് സുവിശേഷത്തിന്റെ സാക്ഷികളായി നിൽക്കുവാൻ ഉള്ളൊരു ഏറിയ ആത്മഭാരം ഞങ്ങളുടെ മേലിടണമേ എന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു. പലപ്പോഴും കർത്താവേ, എല്ലാം നല്ലതായിട്ടിരിക്കുന്നത് കാണുമ്പോൾ, പുറമേ എല്ലാം നല്ലതായിട്ട് പോകുന്നത് കാണുമ്പോൾ, കർത്താവ് ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം മറന്നു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സെറ്റിലായ ഒരു അനുഭവങ്ങൾ, കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ഒരു അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. കർത്താവേ, Lord, help us to go with the gospel. സുവിശേഷത്തിന് വേണ്ടി നിൽക്കുവാൻ, സുവിശേഷത്തെ വളരെ ആത്മഭാരത്തോടെ നശിച്ചു പോകുന്നവരുടെ നടുവിൽ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി പ്രചരിപ്പിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഏറിയ ദൈവകൃപയും ആത്മാവിൻ്റെ നിയോഗങ്ങളും നിറവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവസഭയിലുള്ള ഓരോരുത്തരും ദൗത്യം തിരിച്ചറിഞ്ഞ് പാർക്കുന്ന സ്ഥലങ്ങളിൽ, പ്രവർത്തന മേഖലകളിൽ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ വാഹകരായി നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ്, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ അനേകരിലേക്ക് സുവിശേഷം പറയാനുള്ള ഒരു ധൈര്യം, അൺയൂഷ്വൽ ബോൾഡ്നെസ് ഞങ്ങളുടെ മേൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വാക്കുകളിലൂടെ ദൈവകൃപ വ്യാപരിക്കട്ടെ. പിതാവേ, അനേകർ സത്യത്തോട് പ്രതികരിക്കുവാൻ ഹൃദയങ്ങളെ ദൈവം തുറക്കണമേ. ദൈവമേ, അനേകർ ഇവിടെ കടന്നു വന്ന് സഭയുടെ ഭാഗമാകുന്നത്, ദേശങ്ങളിൽ ദൈവപ്രവൃത്തി നടക്കുന്നത് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം കാണുവാൻ കർത്താവ് ഞങ്ങളെ ബലത്തോടെ, അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനാൽ നന്ദി. വചനത്തിന് മുമ്പാകെ അടിയനെ സമർപ്പിക്കുന്നു, അടിയങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.